നമസ്കാരം. ഏവർക്കും എല്ലാ ഞായറാഴ്ചകളിലുമുള്ള മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 19. അങ്ങനെ നമ്മൾ നാളെ മുതൽ ഈ കലണ്ടർ മാസത്തിലെ മൂന്നാമത്തെ ആഴ്ചയിലേക്ക് എൻ്റർ ആവുകയാണ്. അടുത്ത ആഴ്ചയിൽ പ്രധാനമായും 6 ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും ഇന്ത്യൻ മാർക്കറ്റിന്റെ ദിശയും. അവ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. അതിനു മുൻപേ കഴിഞ്ഞ ആഴ്ചയിലെ ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ചും വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം ഗ്ലോബൽ മാർക്കറ്റിന്റെ സ്ഥിതിയും വേഗത്തിൽ ആദ്യം ഓടിച്ചു നോക്കിയിട്ട് വരാം. വീക്ക്ലി ബേസിസിൽ കഴിഞ്ഞ ആഴ്ചയിൽ സെൻസെക്സിന് 0.25% നേട്ടം കൈവരിക്കുവാനായപ്പോൾ നിഫ്റ്റിക്ക് 0.5% അഥവാ 127 പോയിന്റുകളുടെ നേട്ടവും കൈവരിക്കുവാനായി. എന്നാൽ അതേസമയം ഇന്ത്യ വിക്സ് ഫ്ലാറ്റ് ആയിട്ടാണ് വീക്ക്ലി ബേസിസിൽ ക്ലോസിംഗ് രേഖപ്പെടുത്തുകയും ചെയ്തത്. വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം ഗ്ലോബൽ മാർക്കറ്റില് ശക്തമായ ഇടിവ് തന്നെയാണ് പ്രതിഫലിച്ചതും. തുടർന്ന് യൂറോപ്യൻ മാർക്കറ്റുകൾക്ക് നഷ്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ഗിഫ്റ്റ് നിഫ്റ്റിയിൽ നിന്നും പോയിന്റുകളൊന്നും വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം ചോർന്നു പോയിട്ടുമില്ല. 24,400 എന്ന ലെവലിന് തൊട്ട് താഴെയായിട്ടാണ് നേരിയ നേട്ടത്തോടുകൂടി തന്നെയാണ് ശനിയാഴ്ച വെളുപ്പിന് 2:45 ഗിഫ്റ്റ് നിഫ്റ്റിയും ട്രേഡിംഗ് അവസാനിപ്പിച്ച് നിലകൊള്ളുന്നതും. ഇനി ഈ ആഴ്ചയിലേക്ക് വന്നു കഴിയുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും 2 ഘടകങ്ങളുടെ പരിപൂർണതയിലുള്ള അത്യുന്നതിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇന്ത്യൻ മാർക്കറ്റ് എൻ്റർ ആകാൻ വേണ്ടി പോകുന്നതും. അതിൽ ആദ്യത്തേത് Q1 ഏർണിംഗ്സിന്റെ ഉത്തംഗ ശൃംഖലത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരാഴ്ച തന്നെയാണ് ഈ വരാൻ വേണ്ടി പോകുന്നതും. എസ്പെഷ്യലി കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം വൈകുന്നേരത്തോടുകൂടി റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ Q1 ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിച്ചു. തുടർന്ന് ശനിയാഴ്ച HDFC ബാങ്ക്, കൊട്ടാക് മഹീന്ദ്ര ബാങ്ക്, ICICI ബാങ്ക്, യെസ് ബാങ്ക്, ആക്സിസ് ബാങ്ക് തുടങ്ങിയ ഹെവി വെയ്റ്റ് സ്റ്റോക്കുകൾ അവയുടെ Q1 ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. അവയുടെ റിസൾട്ടിനെ കുറിച്ച് സ്റ്റോക്കിംഗ് ന്യൂസിൽ നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കുകയും ചെയ്യാം. ഇവയുടെ ഒരു ഇമ്പാക്റ്റും കൂടാതെ വരുന്ന ആഴ്ചത്തേക്ക് 256 കമ്പനികളാണ് അവയുടെ Q1 ഏർണിംഗ്സിന്റെ റിസൾട്ടുമായിട്ട് ലൈനപ്പ് ചെയ്തിരിക്കുന്നത്. അവയിൽ ഒത്തിരിയേറെ പ്രധാനപ്പെട്ട ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളുമുണ്ട്. പേടിഎം, ബജാജ് ഓട്ടോ, TVS മോട്ടോർ, അദാനി പാബ, BPCL, ഇറ്റേണൽ, ഇൻഡുസിൻ ബാങ്ക്, HPCL, അൾട്രാടെക് സിമെന്റ്, ഇൻഫോസിസ്, ബാങ്ക് ഓഫ് ബറോഡ തുടങ്ങി പ്രധാനപ്പെട്ട 256ഓളം സ്റ്റോക്കുകളുടെ Q1 ഏർണിംഗ്സുകൾ വരുന്ന ഒരാഴ്ചയായതിനാൽ തന്നെ ഈ ഒരു ഘടകമായിരിക്കും ഇന്ത്യൻ മാർക്കറ്റിന്റെ ഗതിവിധികളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഫാക്ടർ. ഓരോ ദിവസവും Q1 ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിക്കുന്ന കമ്പനികളുടെ വിശദാംശങ്ങൾ അതാത് ദിവസത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ സ്പെസിഫിക് ആയിട്ട് തന്നെ മെൻഷനും ചെയ്യാം. ഇന്നലെ രാത്രി പിന്നിട്ടപ്പോഴേക്കും യുഎസും ഇറാനും തമ്മിലുള്ള ആക്രമണങ്ങൾ വീണ്ടും തുടങ്ങിയിട്ട് 8 ദിവസങ്ങൾ പിന്നിട്ടിട്ടുണ്ട്. വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇറാന്റെയും യുഎസിന്റെയും ഭാഗത്തു നിന്നുമുള്ള ആക്രമണ പ്രത്യാക്രമണങ്ങൾ അതിശക്തമായി തന്നെ തുടരുന്നുമുണ്ട്. എസ്പെഷ്യലി ജോർദാനിലേക്ക് ഇറാൻ നടത്തിയ ആക്രമണത്തെ തുടർന്ന് യുഎസിന്റെ 2 സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടതിനാലും ഒരു സൈനികനെ കാണാതായതിനായി തുടർന്ന് യുഎസ് ഇറാന്റെ മുകളിലുള്ള ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കുമ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നും യുഎസിന്റെ സഖ്യകക്ഷികളായ ഗൾഫ് രാഷ്ട്രങ്ങളുടെ മുകളിൽ ആക്രമണം ശക്തമാക്കുന്ന കാഴ്ചകൾ തന്നെയാണ് കാണുവാനായിട്ടും സാധിക്കുക. അവയെക്കുറിച്ചൊന്നും വിശദമായി തന്നെ ഞാൻ വീണ്ടും വിവരിക്കുന്നില്ല. പല മാധ്യമങ്ങളിൽ വഴിയും നമ്മളെല്ലാവരും തന്നെ വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സ് അറിയുന്നുണ്ട്. എന്നാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറാന്റെ പരമോന്നത നേതാവിന്റെ ഭാഗത്ത് നിന്നും യുഎസിനെ ഒരിക്കലും മറക്കാത്ത പാഠങ്ങൾ തങ്ങൾ പഠിപ്പിക്കുമെന്നുള്ള പ്രഖ്യാപനം ഇന്ന് രാവിലത്തോടുകൂടി വന്നതായിട്ടുള്ള റിപ്പോർട്ട്സും പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. വെള്ളിയാഴ്ച രാത്രിയോടുകൂടി വീണ്ടും യുഎസും ഇറാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ അതിരൂക്ഷമായതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം എണ്ണയുടെ വിലയിലും ഗണ്യമായ ഉയർച്ചയാണ് രേഖപ്പെടുത്തിയതും. ബ്രെന്റ് ക്രൂഡിന്റെ വിലയിൽ 4.5%-ലേറെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 4% അടുത്തും ഉയർച്ച രേഖപ്പെടുത്തി. ബ്രെന്റ് ക്രൂഡിന്റെ വില വീണ്ടും $88.09 ക്രൂഡ് ഓയിലിന്റെ വില $82.47 പെർ ബാരൽ നിലയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടാണ് ശനിയാഴ്ച വെളുപ്പിനോടുകൂടി 18-ാം തീയതി ട്രേഡിംഗ് അവസാനിപ്പിച്ച് നിലകൊള്ളുന്നതും. എന്നാൽ കഴിഞ്ഞ വീക്കെൻഡിലും ഇതേപോലെ തന്നെ എണ്ണയുടെ വിലയിൽ $88 മുകളിലേക്ക് എത്തിച്ചേർന്നെങ്കിലും തിങ്കളാഴ്ചയോടുകൂടി വീണ്ടും വ്യാപാരം പുനരാരംഭിച്ചപ്പോൾ എണ്ണയുടെ വിലയിൽ എസ്പെഷ്യലി യുഎസ് ഹോർമൂസിന്റെ കൺട്രോൾ ഏറ്റെടുക്കുമെന്നുള്ള പ്രഖ്യാപനം വന്നതിനെ തുടർന്ന് എണ്ണയുടെ വിലയിൽ
85 എന്ന സൈക്കോളജിക്കൽ ലെവലിന് അടുത്തായിട്ടായിരുന്നു ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരുന്നതും. മാത്രമല്ല വെള്ളിയാഴ്ച വരെ എണ്ണയുടെ വിലയിൽ കാര്യമായ ചാഞ്ചാട്ടങ്ങളൊന്നും അനുഭവപ്പെടുക മാത്രമല്ല വർധനവും ഉണ്ടായിരുന്നില്ല. അതിന്റെ ഒരു ഗുണവും കഴിഞ്ഞ ആഴ്ചയിൽ ഗ്ലോബൽ മാർക്കറ്റിനും ഇന്ത്യൻ മാർക്കറ്റിനും ലഭിക്കുകയും ചെയ്തു. വലിയൊരു നേട്ടം കൈവരിക്കുവാനായില്ലെങ്കിലും നേരിയ നേട്ടത്തോടുകൂടി വീക്കിലി ബേസിസിൽ ഇന്ത്യൻ മാർക്കറ്റിനെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാൻ സഹായിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന് എണ്ണയുടെ വില സ്റ്റഡി ആയിട്ട് തന്നെ തുടർന്നു തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിലും ഒരുപക്ഷെ എണ്ണയുടെ വില വീണ്ടും കുതിച്ചുയരുകയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിനെ എന്ന പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെയും അത് സാരമായ രീതിയിൽ തന്നെ ബാധിക്കുകയും ചെയ്യും. ഗ്ലോബൽ മാർക്കറ്റിൽ വെള്ളിയാഴ്ചയും ടെക് മേഖലയിലെ കനത്ത സെൽ ഓഫ് ആണ് അനുഭവപ്പെട്ടത്. ഇതിനെ തുടർന്നും വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങളെയും തുടർന്നായിരുന്നു യുഎസ് മാർക്കറ്റുകൾക്ക് കനത്ത ഇടിവ് നേരിടേണ്ടതായിട്ടും വന്നത്. നാസ്ഡാക്ക് ഒക്കെ 1.4% ഇടിവോട് കൂടിയിട്ടാണ് വെള്ളിയാഴ്ച ക്ലോസിംഗും രേഖപ്പെടുത്തിയത്. എന്നാൽ ഗ്ലോബൽ മാർക്കറ്റിൽ AI മേഖലയിലും ചിപ്പ് ബേസ്ഡ് ആയിട്ടുള്ള മേഖലയ്ക്കും അനുഭവപ്പെടുന്ന പ്രഷർ ഇന്ത്യൻ IT മേഖലയ്ക്ക് ഗുണം ചെയ്യുന്ന കാഴ്ചകൾ തന്നെയാണ് കാണുവാനായിട്ടും സാധിക്കുക. കാരണം ഒക്ടോബർ 2025 ശേഷം ഏറ്റവും വലിയ വീക്ക്ലി ഗെയിൻ ആണ് കഴിഞ്ഞ ആഴ്ചയിൽ നിഫ്റ്റി ITക്ക് നേടുവാനുമായത്, ഏകദേശം 4.3%. അതുകൊണ്ട് തന്നെ വരുന്ന ആഴ്ചയിലും നിഫ്റ്റി ITക്ക് അതിന്റെ മൊമെന്റം നിലനിർത്തുവാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഇന്ത്യൻ മാർക്കറ്റിനും ഗുണം ചെയ്യും. വെള്ളിയാഴ്ച നേരിയ നേട്ടത്തോടുകൂടി US ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയ്ക്ക് ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനായെങ്കിലും തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴൻ ട്രേഡിംഗ് സെഷനുകളിലെ തുടർച്ചയായി 4 ദിവസങ്ങളിലെ ശക്തമായ ഇടിവിനെ തുടർന്ന് ഏകദേശം 1 രൂപയ്ക്ക് അടുത്ത് അഥവാ 1% നഷ്ടത്തോടു കൂടിയിട്ടാണ് ഇന്ത്യൻ രൂപയ്ക്ക് US ഡോളറിനെതിരെ വീക്ക്ലി ബേസിസിൽ ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നതും. ആയതിനാൽ തന്നെ വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം വീണ്ടും എണ്ണയുടെ വിലയിലുണ്ടായ ശക്തമായ വർധനവും വീണ്ടും ഇന്ത്യൻ രൂപയ്ക്ക് മുകളിൽ പ്രഷർ നാളെ ചെലുത്തുവാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. വീണ്ടും അത് എണ്ണയുടെ വില പോളാകാതെ മുന്നോട്ട് കുതിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും US ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ കൂടുതൽ ദുർബലതയിലേക്ക് അത് നയിക്കുകയും ചെയ്യും. ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലുണ്ടാകുന്ന ശോഷണം ഇന്ത്യൻ മാർക്കറ്റിനും ക്ഷീണമേൽപ്പിക്കുന്നത് കൊണ്ട് തന്നെ വരാൻ പോകുന്ന ആഴ്ചയിൽ ഇന്ത്യൻ രൂപയുടെ US ഡോളറിനെതിരെയുള്ള പ്രകടനവും കീനായിട്ട് തന്നെ വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ മാസം ആദ്യ 2 ആഴ്ചകളിൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ നേരിയ തുകയ്ക്കാണെങ്കിൽ കൂടിയിട്ടും നെറ്റ് ബയേഴ്സ് ആയിട്ട് മാറുകയും ചെയ്തു ഒത്തിരിയേറെ കാലങ്ങൾക്ക് ശേഷം. എന്നാൽ കഴിഞ്ഞ ആഴ്ചയിൽ 5 ട്രേഡിംഗ് സെഷനുകളിലും അവർ നെറ്റ് സെല്ലേഴ്സ് തന്നെയായിട്ടാണ് ഇന്ത്യൻ മാർക്കറ്റിൽ തുടർന്ന് 8743.35 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് നെറ്റായിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ അവർ ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തുകയും ചെയ്തത്. എന്നാൽ അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ 5 ട്രേഡിംഗ് സെഷനുകളിലും ഇന്ത്യൻ മാർക്കറ്റിൽ ബൈയിങ് തുടരുകയും ചെയ്തു. ഇതിനെ തുടർന്ന് 8790.75 കോടി രൂപയുടെ നെറ്റ് ബൈയിങ്ങും വന്നു. എന്തൊക്കെയാണെങ്കിലും ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നും ഇല്ലാത്തതിനാൽ തന്നെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ആക്ഷൻസ് ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് താനും. വീണ്ടും അവർ സെല്ലിംഗ് തുടരുകയാണെങ്കിൽ ഒരു പക്ഷേ അത് ഇന്ത്യൻ മാർക്കറ്റിനെ വീണ്ടും ദുർബലതയിലേക്ക് നയിച്ചേക്കാം. കാരണം ഒട്ടുമിക്ക ഹെവി വെയിറ്റ് സ്റ്റോക്കുകളും മറ്റുള്ള സ്റ്റോക്കുകളും വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ തുടങ്ങിയതിനു ശേഷം പ്രസിദ്ധീകരിച്ച Q1 ഏർണിംഗ്സുകൾ ബെറ്റർ ആയിട്ട് വന്നിട്ട് കൂടിയിട്ടും വീണ്ടും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ നിന്നും വിറ്റിറങ്ങുകയാണെങ്കിൽ അത് ഇന്ത്യൻ മാർക്കറ്റിന്റെ ആത്മവിശ്വാസത്തെ കൂടുതൽ തകർക്കുവാനും സാധ്യതയുണ്ട്. ഈ ആഴ്ചയിൽ ഡൊമസ്റ്റിക്കലിയോ അല്ലെങ്കിൽ ഗ്ലോബലിയോ മാർക്കറ്റിന്റെ ഗതിവിധികളെ സാരമായ രീതിയിൽ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഇവന്റുകൾ ഒന്നും തന്നെയില്ല. ഇനി ഈ വരുന്ന ആഴ്ചയിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയും അഭിപ്രായങ്ങൾ പ്രകാരം 24,200 എന്ന ലെവലിന് മുകളിലായിട്ട് നിഫ്റ്റിക്ക് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ അടുത്തതായി 24,500 എന്ന ലെവലിലായിരിക്കും നിഫ്റ്റിക്ക് റെസിസ്റ്റൻസ് നേരിടേണ്ടതായിട്ട് വരേണ്ടി വരിക. ഈ ലെവലും ശക്തമായി മറികടക്കുവാൻ സാധിക്കുകയാണെങ്കിൽ തുടർന്ന് 24,800 എന്ന ലെവലിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം തള്ളിക്കളയാനാവുകയുമില്ല. മാത്രമല്ല 24,800 എന്ന ലെവലിൽ നിന്നും അതിശക്തമായ ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ തുടർന്ന് സൈക്കോളജിക്കൽ ലെവലായ 25,000 എന്ന ലെവൽ മറികടന്നുകൊണ്ട് വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ തുടങ്ങുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന നിഫ്റ്റിയുടെ ലെവലായ 25,100 എന്ന ലെവലിന് മുകളിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം സാധ്യമാവുകയുമുള്ളൂ. എന്നാൽ അതേസമയം ഡൗൺ സൈഡിലേക്ക് 24,200 എന്ന ലെവൽ നിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ തുടർന്ന് 24,000 എന്ന സൈക്കോളജിക്കൽ ലെവലും ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ആണെങ്കിലും 23,800 എന്ന ലെവൽ ക്രൂഷ്യൽ സപ്പോർട്ട് ഏരിയ കൂടി തന്നെയാണ്. ഡൗൺ സൈഡിലേക്ക് 23,800 എന്ന ലെവൽ ബ്രേക്ക്
ചെയ്യാത്തോടത്തോളം 24,200 എന്ന ലെവൽ നിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നാലും കൺസോളിഡേഷനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവുകയുമില്ല. എന്നാൽ അതേസമയം 23,800 എന്ന ലെവൽ നിഫ്റ്റിക്ക് അതിശക്തമായി ബ്രേക്ക് ചെയ്യേണ്ടി വന്നാൽ പിന്നീട് സെല്ലിംഗ് പ്രഷറും വർദ്ധിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് താനും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയും അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിനു വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ചെയ്തത്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ പ്രധാനമായും Q1 കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റില് 23%, റവന്യൂവില് 5%, എബിറ്റയില് 8% വർധനവ് രേഖപ്പെടുത്തി. ടാറ്റ ടെക്നോളജീസ് നെറ്റ് പ്രോഫിറ്റില് 11% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 5.9% വർധനവും രേഖപ്പെടുത്തി. RBL ബാങ്ക് നെറ്റ് പ്രോഫിറ്റില് 26.6%, നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തില് 12% വർധനവ് രേഖപ്പെടുത്തി. പൂനവാല ഫിൻകോർപ്പ് കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 62.6 കോടി രൂപയുടെ നെറ്റ് ലോസ് റിപ്പോർട്ട് ചെയ്ത കമ്പനി ഇത്തവണ 308 കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റ് ആണ് റിപ്പോർട്ട് ചെയ്തത്. ടോട്ടൽ ഇൻകത്തിലും 77.8% വർധനവും രേഖപ്പെടുത്തി. ഒബ്റോയി റിയാലിറ്റി നെറ്റ് പ്രോഫിറ്റില് 29%, റവന്യൂവില് 31.7% വർധനവ് രേഖപ്പെടുത്തി. JSW സ്റ്റീൽ നെറ്റ് പ്രോഫിറ്റില് 71.6% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിലും 7.5% ഇടിവ് രേഖപ്പെടുത്തി. HDFC ബാങ്ക് നെറ്റ് പ്രോഫിറ്റില് 5%, നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തില് 6.7%, ആവറേജ് ഡിപ്പോസിറ്റ്സില് 10.8% വർധനവ് രേഖപ്പെടുത്തി. ICIC ബാങ്ക് എസ്റ്റിമേഷനെയൊക്കെ ബീറ്റ് ചെയ്തുകൊണ്ട് ബാങ്കിന്റെ നെറ്റ് പ്രോഫിറ്റില് 16% വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തില് 9% വർധനവും രേഖപ്പെടുത്തി. യെസ് ബാങ്ക് പ്രോഫിറ്റില് 34%, നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തില് 17% വർധനവ് രേഖപ്പെടുത്തി. കൊട്ടാക് മഹീന്ദ്ര ബാങ്ക് എസ്റ്റിമേഷനെയൊക്കെ മറികടന്നുകൊണ്ട് നെറ്റ് പ്രോഫിറ്റില് 26% വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തില് 9% വർധനവും രേഖപ്പെടുത്തി. ആക്സിസ് ബാങ്ക് പ്രോഫിറ്റില് 23%, നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തില് 8% വർധനവ് രേഖപ്പെടുത്തി. ഏവർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.